ഹലോ എവരിവൺ, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പൈതൺ ഏതൊക്കെ സെക്ടേഴ്സിനകത്താണ് കോമൺലി യൂസ് ചെയ്യുന്നത് എന്നുള്ളതാണ്. നമ്മൾ ഇത്രയും കാര്യങ്ങൾ പഠിച്ചെന്ന് നമുക്ക് മനസ്സിലായ കുറച്ച് കാര്യങ്ങളുണ്ട്. പൈതൺ ഒരു ജനറൽ പർപ്പസ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ്. വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ്. മാത്രമല്ല ഓൾമോസ്റ്റ് എല്ലാ ടെക്നിക്കൽ ഫീൽഡിനകത്തും യൂസ് ചെയ്യുന്ന ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ്. അപ്പോൾ ഏതൊക്കെ ഫീൽഡിലാണ് അല്ലെങ്കിൽ ഏതൊക്കെ സെക്ടേഴ്സിലാണ് കോമൺലി പൈതൺ യൂസ് ചെയ്യുന്നതെന്നൊക്കെയാണ് നമ്മളിന്ന് ചെക്ക് ചെയ്യാൻ പോകുന്നത്. ആദ്യം തന്നെ നമ്മൾ പറയുന്നത് ഡാറ്റാ സയൻസിനെ കുറിച്ചാണ്. ഡാറ്റാ സയൻസ് നമുക്കറിയാം വളരെ വിശാലമായിട്ടുള്ളൊരു ഫീൽഡാണ്. അവിടെ യൂസ് ചെയ്യുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ലാംഗ്വേജാണ് ഈ പൈതൺ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്. കാരണം എന്താണ്? അതിൻ്റെ സിംപ്ലിസിറ്റി, ഈസ് ഓഫ് യൂസ്, അവൈലബിലിറ്റി ഓഫ് പവർഫുൾ ഡാറ്റ അനാലിസിസ്, വിഷ്വലൈസേഷൻ ലൈബ്രറീസ്, ഏതുപോലത്തെ നംപി, പാണ്ടാസ് ആൻഡ് മാറ്റ്പ്ലോട്ട്ലിബ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ലൈബ്രറീസിൻ്റെ പ്രത്യേക യൂസ് കൊണ്ട്, അല്ലെങ്കിൽ അത്രയും ലൈബ്രറീസിൻ്റെ അവൈലബിലിറ്റി കൊണ്ട്, പവർഫുൾ ആയിട്ടുള്ള ഡാറ്റ അനാലിസിസ് പോസിബിൾ ആയതുകൊണ്ട്, ഈസി ഓഫ് യൂസ് ആയതുകൊണ്ട്, സിമ്പിൾ ആയതുകൊണ്ട്, ഇത്രയും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണ് പൈതൺ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് അത്രയും വാസ്റ്റ് ആയിട്ടുള്ള ഡാറ്റാ സയൻസിനകത്ത് കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത്. പിന്നെ നമ്മളുടെ പൈതൺ യൂസ് ചെയ്യുന്ന മറ്റൊന്നാണ് ഡെസ്ക്ടോപ്പ് ആപ്ലിക്കേഷൻസിനകത്ത്. ഇതിൻ്റെയും ഒരു റീസെൻറ്റ് ലൈബ്രറീസൊക്കെ തന്നെയാണ് ഇതിൻ്റെ പവർഫുൾ അല്ലെങ്കിൽ യൂസ്ഫുൾ ആയിട്ടുള്ള ലൈബ്രറീസ് ആയിട്ടുള്ള PyQt, കിൻറ്റർ, അതൊക്കെ ഡെസ്ക്ടോപ്പ് ആപ്ലിക്കേഷൻസിനകത്ത് യൂസ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഗ്രാഫിക്കൽ യൂസർ ഇൻ്റർഫേസ്ഡ് ആയിട്ടുള്ള ഡെസ്ക്ടോപ്പ് ആപ്ലിക്കേഷൻസിനകത്തൊക്കെ. പിന്നെ എന്താ വെച്ചാൽ ഇതിനകത്ത് ഡെസ്ക്ടോപ്പ് ആപ്ലിക്കേഷൻസ് ഉണ്ടാക്കാൻ വേറെ പല ലാംഗ്വേജസുകളുണ്ടെങ്കിൽ കൂടി ഈ ഒരു പൈതൺ ആണ് എങ്കിൽ മറ്റ് ലാംഗ്വേജുകളായിട്ട് ഇൻറ്റഗ്രേറ്റ് ചെയ്തിട്ടും നമുക്ക് ആപ്ലിക്കേഷൻസ് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാൻ കഴിയും. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്ത് ഡാറ്റാ സയൻസിനകത്ത് പൈതൺ യൂസ് ചെയ്യുന്നുണ്ട്. കുറച്ച് റീസൺസൊക്കെ നമ്മൾ പറഞ്ഞു. സിംപ്ലിസിറ്റി ഉണ്ട്, ഈസ് ഓഫ് യൂസും ഉണ്ട്, അവൈലബിലിറ്റി ഓഫ് പവർഫുൾ ഡാറ്റ അനാലിസിസ്, വിഷ്വലൈസേഷൻ ലൈബ്രറീസ് എന്നൊക്കെ നമ്മൾ പറഞ്ഞു. പിന്നെ ഡെസ്ക്ടോപ്പ് ആപ്ലിക്കേഷൻസിനകത്ത് യൂസ് ചെയ്യുന്നുണ്ട്. അതും ലൈബ്രറീസൊക്കെ അത്രയും യൂസ്ഫുൾ ആയതുകൊണ്ടാണ്. പിന്നെ മറ്റ് ലാംഗ്വേജസും ഡെസ്ക്ടോപ്പ് ആപ്ലിക്കേഷൻസിനകത്ത് യൂസ് ചെയ്യുന്നുണ്ട് എങ്കിലും ഈ പൈതൺ മറ്റു ലാംഗ്വേജുകളുമായിട്ടും കൂടെ ഇൻറ്റഗ്രേറ്റ് ചെയ്ത് പോകുന്നതുകൊണ്ട് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻസിലേക്ക് നമുക്ക് എത്താൻ കഴിയും. പിന്നെ വരുന്നത് കൺസോൾ ബേസ്ഡ് ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ കമാൻഡ് ലൈൻ ബേസ്ഡ് ആപ്ലിക്കേഷനാണ്. അത്തരം ടൈപ്പിലുള്ള ആപ്ലിക്കേഷൻസിനകത്തും പൈതൺ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. കാരണം അതിൻ്റെ ഈസ് ഓഫ് യൂസിന് നമ്മളിപ്പോൾ ഏത് മേഖല എടുത്ത് നോക്കിക്കഴിഞ്ഞാലും ഈസ് ഓഫ് യൂസ് എന്ന് പറയുന്നത് അതിൻ്റെ ഒരു മേജർ ഫാക്ടർ തന്നെയാണ്, മെയിൻ ഫാക്ടർ തന്നെയാണ്. അപ്പോൾ എല്ലാത്തിനും നമ്മൾ ഫസ്റ്റായിട്ട് പറയുന്ന പോയിൻ്റ് ഈസ് ഓഫ് യൂസ് തന്നെയാണ്. പിന്നെ ഇൻപുട്ട് ഔട്ട്പുട്ട് റീഡയറക്ഷൻ, പൈപ്പിംഗ് പോലത്തെ അഡ്വാൻസ്ഡ് ഫീച്ചേഴ്സൊക്കെ പൈതൺ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളതും കൂടെ കമാൻഡ് ലൈൻ ബേസ്ഡ് ആപ്ലിക്കേഷൻസിനകത്ത് പൈതൺ യൂസ് ചെയ്യുന്നതിൻ്റെ ഒരു റീസണാണ്. പിന്നെ മൊബൈൽ ആപ്ലിക്കേഷൻസ് എടുത്തു നോക്കുമ്പോൾ കോമൺലി നമ്മളത്ര പൈതണിനെ യൂസ് ചെയ്ത് കാണാറില്ല എങ്കിലും അത് കമ്പൈൻ ചെയ്തിട്ടൊക്കെ പൈതൺ ഈ മൊബൈൽ ആപ്ലിക്കേഷൻസിനകത്തും വർക്ക് ചെയ്യുന്നുണ്ട്. അതായത് ഇപ്പോൾ ഫ്രെയിം വർക്ക് ലൈക്ക് കിവി, വിവെയർ അങ്ങനത്തെ ക്രോസ് പ്ലാറ്റ്ഫോം മൊബൈൽ ആപ്ലിക്കേഷൻസിൻ്റെ കേസൊക്കെ വരുമ്പോൾ അവിടെയൊക്കെ പൈതൺ യൂസ് ചെയ്തുകൊണ്ടാണ് ഏറ്റവും ബെസ്റ്റായിട്ട് ആപ്ലിക്കേഷൻസൊക്കെ ഡെവലപ്പ് ചെയ്യുന്നത്. പക്ഷേ കോമൺലി നമുക്കങ്ങനെ പൈതൺ ഡയറക്റ്റായിട്ട് നമ്മളങ്ങനെ മൊബൈൽ ആപ്ലിക്കേഷൻസിൽ കാണാറില്ല, പക്ഷേ കമ്പൈൻഡ് ആയിട്ടൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റിനകത്താണ് പൈതൺ ഒരു ബെസ്റ്റ് സോഫ്റ്റ്വെയർ മേക്കിംഗ് ലാംഗ്വേജ് ആണ്. ഈസിലി കമ്പാറ്റബിളായ പൈതൺ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് സ്മോൾ സ്കെയിൽ സോഫ്റ്റ്വെയർസും ലാർജ് സ്കെയിൽ സോഫ്റ്റ്വെയർസൊക്കെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാൻ കഴിയും. അപ്പോൾ പൈതൺ നല്ലൊരു സോഫ്റ്റ്വെയർ മേക്കിംഗ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജും കൂടിയാണ്. പിന്നെ വരുന്നത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആണ്. നമുക്കറിയാം AI അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്നത് ഒരു എമേർജിങ് ടെക്നോളജിയാണ്. അതിനകത്ത്